ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തിനായിരുന്നു മിഅ്റാജ്? മക്ക പോലെയല്ല മദീന. ഒരുപാട് അമലുകൾ അല്ലാഹു ഫർളാക്കിയത് മദീനയിലാണ്. ബദർ നടന്നത് മദീനയിൽ പോയ ശേഷമാണ്. നുബുവത്തിന്റെ ഏറ്റവും പ്രയാസമുള്ള ഉത്തരവാദിത്തമുള്ളത് മദീനയിലാ. 10 വർഷം കൊണ്ടത് പൂർത്തീകരിച്ചേ പറ്റൂ. ഖുർആന്റെ ആയത്തുകളിൽ അമല് കൊണ്ടുള്ള ആഹ്വാനത്തിന്റെ മിക്കവാറും ആയത്ത് ഇറങ്ങിയത് മദീന. മക്കയല്ല ലോകത്ത് ശേഷിക്കേണ്ടത്. മദീനയുടെ നിലപാടുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണ് മദീന ലോകത്തിന് പഠിപ്പിച്ചത്. മഖ്സൂമിയ തറവാട്ടിലെ പെണ്ണ് കട്ടോടത്ത് വെച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, പൊന്നുമോള് ഫാത്തിമ കട്ടാലും കയ്യ് വെട്ടുമെന്ന് പ്രഖ്യാപിച്ചത് മദീന സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള പ്രഖ്യാപനമാണ്. മദീനയിലേക്കുള്ളതായ ഊർജം അത് മിഅ്റാജ് കാണലാണ്. മിഅ്റാജിലൂടെ അള്ളാന്റെ ഹബീബ് എല്ലാം കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, സംവദിച്ചു. ആ അത്ഭുതം കൊണ്ട് കിട്ടിയത് അള്ളാന്റെ ഹബീബിന്റെ ഈമാന്റെ വർധനവാണ്. അങ്ങനെയാണ് മിഅ്റാജ് കേട്ടവർക്കും ഉണ്ടായത് ഈമാന്റെ വർധനവാണ്. മിഅ്റാജിന്റെ പിറ്റേ ദിവസത്തിൽ മുനാഫിഖീങ്ങളെ നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ വേർതിരിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ചയെ കുറിച്ച് ഹിജറ എന്ന കവിതാ സമാഹാരത്തിൽ മോയിൻ കുട്ടി വൈദ്യര് പറയുന്നുണ്ട്. കണ്ടു അഫ്ളദ് അജ്നാഹ വർക്കർ നൂറുണ്ട്, കഫനേള് പൂവയും റൈഫാൻ ഫൂതുമതിലുണ്ട്. പിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻ രാവിലും. ഒരുപാട് അത്ഭുതം കണ്ടേ. നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടില്ലാതിയേ, നല്ലവർ അതീഖ് മുൻ കൊണ്ട ഈമാൻ പുതുക്കിയേ. നബിക്ക് പുതിയ പട്ടം കിട്ടിയ രാത്രിയില് നല്ലവർ അതീഖ്. ആരാണ് അതീഖ്? നരകത്തിൽ നിന്നും സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച അതീഖിനെ റസൂലുള്ളാഹി വിളിച്ച പേരാണ് അതീഖ് എന്ന്. അതീഖിന്റെ ശരിയായ പേര് അബൂബക്കറിന് സിദ്ദീഖ്. നല്ലവർ അതീഖ് മുൻ കൊണ്ട ഈമാൻ പുതുക്കിയേ. ആ അതീഖ് മുൻപ് കൈകൊണ്ട ഈമാനെ ഒന്നുകൂടി പുതുക്കി സിദ്ദീഖ് എന്ന പദവിയിലെത്തി. സിദ്ദീഖ് എന്ന പദവി ഒരാൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്തപ്പോഴാണ്. അത് എല്ലാ കാലഘട്ടത്തിലും സിദ്ദീഖ്. കണ്ണീദുസാനെ പറ്റി പറയും കറാഹത്ത് ചെയ്തിട്ടില്ല. അത് വെറുതെ പറയണമെന്നില്ല, അങ്ങനെയാണ്. മുഹീദ്ദീൻ ഷേഖ് സിദ്ദീഖ. മുഹീദ്ദീൻ ഷേഖ് ചെറുപ്പത്തില് പാല് കുടിക്കുക എന്നത് റമദാന്റെ പകലിൽ നടന്നിട്ടില്ല. റമദാൻ 1 കുഞ്ഞ് പിറന്നത്. റമദാന്റെ പകലിൽ പാല് കുടിച്ചിട്ടില്ല. സിദ്ദീഖ് എന്ന ജീവിതം ആ മഹാൻ അള്ളാഹു നിശ്ചയിച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, ജനനത്തിലെ സിദ്ദീഖാണ്. പക്ഷേ മിഅ്റാജ് കഴിഞ്ഞപ്പോൾ സിദ്ദീഖും ബഅദ സിദ്ദീഖായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഈ തസ്ദീഖിന്റെ ഏറ്റവും വലിയ അർത്ഥ സമ്പൂർണമായ ജീവിതമായി മാറി അബൂബക്കർ സിദ്ദീഖ്. ഈമാൻ പുതുക്കിയ ആളാ മിഅ്റാജ് കേട്ടിട്ട്. മിഅ്റാജ് കേട്ടിട്ട്. എന്നാൽ കേട്ടോളൂ, ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം കാണുമ്പോഴും ഈമാൻ വർദ്ധിച്ചിരുന്നു. ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ആരാണിത്? ജനിച്ചപ്പോഴേ സിദ്ദീഖാണ് ഈ മഹാൻ. ബാവാമുദുവിന്ന് കുത്തുബായി വന്നോവർ മാനം മദളിലും കേളി മികച്ചോവർ. ബാവയുടെ മുതുകിന്ന് വന്നപ്പോ തന്നെ കുത്തുബ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ചില സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും. ഇവിടെ അങ്ങനെ വിഷമമുള്ളവരില്ല. അങ്ങനെ വിഷമമുള്ളവർക്ക് വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇറങ്ങാം, കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇത് തല പോയാലും പറയും, അതിനാണ് നമ്മളെ സമസ്ത പഠിപ്പിച്ചത്, അതിനാണ് കാളമ്പാടി ഉസ്താദ് കിതാബ് ഓതി തന്നത്. ഇതെവിടെയും പറയും. 8 കൊല്ലമായിട്ട് ഞാനത് ഈ കൊടുങ്ങല്ലൂർ പരിസരത്ത് പറയുന്നുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല. സുന്നത്തമായിട്ട് പറയും, തല പോയാലും പറയും. അത് ഏത് പൂപ്പാന്റെ മുമ്പിലും നമ്മൾ പറയും.
മുഹീദ്ദീൻ ഷെയ്ഖ് ഇരുന്ന ഇരിപ്പിന് 7 ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നു. ഇബ്രാഹിം നബി കണ്ടു. ഇവിടുന്ന് ഇരുന്നാൽ അത് കാണുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖിനീൻ. സൂറത്തുൽ അൻആം. ഇബ്രാഹിം നബിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിയുമായിരുന്നു ആകാശത്തിന്റെ രഹസ്യങ്ങൾ. വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഗോളശാസ്ത്ര പണ്ഡിതൻ, പകലിലെ സൂര്യന്റെ ചലനങ്ങൾ നോക്കിയാൽ ആ രാത്രിയിലേക്ക് എത്തിയാൽ നിലാവ് കാണുമോ ഇല്ലയോ എന്ന് പകല് പ്രവചിക്കാൻ കഴിയുമായിരുന്നു. വലിയ ഗോളശാസ്ത്രജ്ഞൻ. മമ്പറം തങ്ങൾ വഫാത്തായി എന്ന് പറയാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖദ് അല്ലാഹ ബദറുൽ ആലം. ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ പരിപൂർണ അമ്പിളിയുടെ ശോഭ ഇതാ അസ്തമിച്ചു പോയേ, അത് ഉദിച്ചുയർന്നു പോയേ എന്ന് മഹാനായ ഖാദിയാര് പറഞ്ഞു. ഒരു പരിപൂർണ ചന്ദ്രൻ ഉദിച്ചസ്തമിച്ച പോലെയാ മമ്പൃതങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു. ഖദ് അല്ലാഹ ബദറുൽ ആലം. ഉമർ ഖാദി വഫാത്തായ ശേഷം ഖദ് അല്ലാഹ ബദറുൽ ആലം എന്ന വാക്കെടുത്തിട്ട് അതിന്റെ അഭിജത കൂട്ടി നോക്കിയപ്പോ മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷ കാണിക്കുന്നത്. മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷം അറബിയിൽ എത്രയോ, അല്ലെങ്കിൽ ആ കലണ്ടർ വർഷം അതേതോ, അതാണ് ഉമർ ഖാദി ഇപ്പൊ പറഞ്ഞ ഈ അറബി വാചകത്തിന്റെ അഭിജത, അക്ഷരങ്ങളുടെ അഭിജത കണക്കെടുത്ത് കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ ഉത്തരം മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷ. അത്രയും വലിയ ഗോളശാസ്ത്രജ്ഞൻ. എന്ത് പറഞ്ഞാലും ഗോള പറയൂ. മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. അസറൻസ്കാരത്തിന്റെ സമയം നിഴലടി കണക്ക് നോക്കിയിട്ട് എപ്പോഴെന്ന് പറയാൻ പ്രയാസപ്പെട്ടവരുടെ മുന്നിൽ ആ ഗോളശാസ്ത്രജ്ഞൻ പറഞ്ഞു, മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. ചിങ്ങം തുല അഖദാമുദൈനി പത്തര. മേടത്തിലും ചിങ്ങത്തിലും ശരാശരി 6 അടി നീളമുള്ള മനുഷ്യന്റെ നിഴലിന് 8 അടി നീളം വന്നാൽ അയസറായി എന്നതിനർത്ഥം. മേടം വ ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവ മീനം കർക്കിടത്തിൽ താസിയ. ഇടവത്തിലും മീനത്തിലും കർക്കിടത്തിൽ എത്തിയാൽ താസിയ ആവണം. താസിയ എന്ന് പറഞ്ഞാൽ 9 അടി നീളം. 6 അടി നീളമുള്ള ആളുടെ നിഴല് 9 അടി നീളമായി കഴിഞ്ഞാൽ അയസറിന്റെ സമയമായി. അയസർ നിസ്കാരത്തിന്റെ സമയത്തിൽ ചെറിയൊരു ഇഷ്കാല് ഫിഖ്ഹിലുണ്ട്. അതുകൊണ്ടാണ് മദ്ഹബിൽ രണ്ടും 2 സമയമായത്. ഹനഫി മദ്ഹബ് ഒരു 5 മണിയിലേക്ക് എത്തിച്ചിട്ട് അയസർ നിസ്കരിക്കാം. ഷാഫിഈ മദ്ഹബിന്റെ സമയത്തെ വിട്ട് പിന്തിപ്പിച്ചു. എന്നിട്ടോ ഉമർ ഖാദിയാർ ഇങ്ങനെ പാടി, ഹദൻ നിസാബു ഖദിസ്തവാ മിൻ യസ്ലി ഹത്താ ലിശത്വാ ഖാല ഖാദി ഇബ്നു അലി. ഈ കണക്ക്, ഈ നിഴലിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് മിൻ യസ്ലി, ഏഴിമല മുതൽ ഹത്താ ലിശത്വാ, അത് ചേറ്റുവ വരെയാണ്. അതായത് ഭൂമിയുടെ ആസ്ട്രോണമിക്കലും ജോഗ്രഫിക്കലുമായ മെത്തേഡിൽ ഇതുപോലെ പറയാൻ ഗോളശാസ്ത്രജ്ഞന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു. ഇവരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഗോളശാസ്ത്രത്തിന്റെ വികാസത്തിന്റെ അസ്ഥിവാരങ്ങൾ മുഴുവൻ ഇടുന്നത്. ഭൂമിയുടെ ജോഗ്രഫിക്കൽ മെത്തേഡിൽ ഇത്രയും കാലം കുതിച്ചുയർന്ന വേറെ ഒരു കാലഘട്ടത്തെ, അതിന്റെ ആദ്യ കാലങ്ങളിലെ ഈ ഒരു തുടിപ്പിനെ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. കാരണം ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, അങ്ങനല്ലേ? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്. ഭൂമിയിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ അള്ളാഹു സൗകര്യം കൊടുത്തു. ദുൽഖർനൈൻ സഞ്ചരിച്ചു, ഈ ഭൂമിയുടെ അറ്റം കണ്ടു. അള്ളാഹിനെ തേടിയുള്ള യാത്രയായിരുന്നു ദുൽഖർനൈൻ. അവസാനം ഭൂമിയുടെ അതിരുകളൊക്കെ കടന്ന് ഈ ഭൗമോപരിതലത്തിലെ സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ കീഴടക്കൽ സംഭവിച്ചപ്പോ മഹാനവറുകൾ കണ്ട ഒരു വലിയ മലയുണ്ട്. ആ മല കണ്ട് അമ്പരന്നുകൊണ്ട് മഹാനവറുകൾ അള്ളാഹുവിന്റെ കുദറത്ത് ബോധ്യപ്പെടുന്നുണ്ട്. ആ മലയുടെ പേരാണ് ഖാഫ് മല. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. ഖാഫ് മലയാണ്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. ഈ ഖാഫ് മലയാണ്.
സൂറത്ത് ഖാഫിന്റെ മുഖദ്ദിമയിൽ മുഫസ്സിരീങ്ങൾ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി മനോഹരമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. ദുൽഖർനൈൻ ഖാഫ് കാണാൻ പോയ ചരിത്രം. സമയദൈർഘ്യതയെ ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഇബ്രാഹിം നബിയുടെ കാലക്കാരനായിരുന്നു. കാന മുഅസിറ ഇബ്രാഹിം നബിയുടെ കാലക്കാരനാ. കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ. പുനർനിർമ്മാണം എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കഅബയുടെ സ്ഥാനം തന്നെയില്ല. സ്ഥാനം കണ്ട് കഅബ പണിതു. സ്ഥാനം കണ്ട് കഅബ പണിതു എന്ന് ഖുർആൻ. വഇദ് ബവഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. കഅബയുടെ സ്ഥാനം എവിടെയെന്ന് ഇബ്രാഹിം നബിക്ക് നാം വ്യക്തമാക്കി കൊടുത്തു എന്ന് ഖുർആൻ. ഇവിടെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റഡി ഇബ്രാഹിം ഈ കാലഘട്ടത്തിലുണ്ട്. BC 2000 ഈ മഹാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ടിരുന്നു. മഹാനവറുകൾ കണ്ടിരുന്നു. ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നു, ഭൂമിയുടെ രഹസ്യം കണ്ടിരുന്നു. ചെറുമാളൂർ ഉസ്താദ് വന്നാൽ എത്ര താഴേക്ക് എത്ര അടി കുഴിച്ചെടുത്താൽ വെള്ളം കാണുമെന്നും പുറത്തു നിന്ന് ആ വൃദ്ധൻ പറയുമായിരുന്നു. എവിടെയെങ്കിലും വെള്ളം ഉണ്ട് അതിന്റെ ഉള്ളിലുള്ളത് ആയത്ത് തെറ്റില്ലല്ലോ. ഇബ്രാഹിം മക്കാനിൽ ബൈത്ത്. വെള്ളം ഭൂമിയുടെ ഇടയിൽ എവിടെ ഉള്ളത് ഉസ്താദ് ഇങ്ങനെ നോക്കിയാ പറയും. അങ്ങനെ കഴിയുന്നവരുണ്ടായിരുന്നു. ശംസുൽ ഉലമയുടെ കണ്ണിനത് കഴിഞ്ഞിരുന്നു. അങ്ങനെ പലരെയും അങ്ങനെ കണ്ടിരുന്നു. അള്ളാനെ കണ്ട കണ്ണെന്ന് പറയുന്ന പോലെ അള്ളാഹുവിന്റെ ഖുദ്റത്തിലൂടെ അവർ കണ്ടതാണിത്. ഇബ്രാഹിം നബി കണ്ടു ഭൂമിയുടെ രഹസ്യം, ആകാശത്തിന്റെ രഹസ്യം. എന്തിനു വേണ്ടിയായിരുന്നു? നേരത്തെ പറഞ്ഞ ഈമാന്റെ വർദ്ധനവിന് വേണ്ടി. വലിയകൂന മിനൽ മുഖ്നിൻ. ഉള്ളിലുള്ളതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഉറച്ചോ നമ്മുടേത്? ഉറപ്പിക്കാനാ റമദാൻ വന്നത്. 60 കൊല്ലം അത് ഉറപ്പിക്കാൻ 30 ദിവസം വീതം ഒരു 60 വയസ്സുകാരന്റെ ജീവിതത്തിൽ വന്നു. എന്നിട്ട് ഉറച്ചോ? ഇല്ലല്ലോ. ഒരു വട്ടം ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ടത് ഉറച്ചു കഴിഞ്ഞാൽ മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു നഫ്സുഹു അനിൻ നാരി 70 ഖരീഫാ ഷഫീഉനാ റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരി അൻ നബി സഈദ് അൽ ഖുദരി ഖാല റസൂലുള്ളാഹി. ഒറ്റ നോമ്പ് കൊണ്ട് ആ ഉറപ്പ് കിട്ടിയാൽ നിന്റെ ശരീരം നരകത്തിൽ നിന്നും ഇപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ നിന്റെ ശരീരം ഒറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകന്നു. നിനക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നരകം കാണൂല. നീ ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലാ. നീ ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലാ. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒറ്റ നോമ്പ് കൊണ്ട് നീ അകന്നു പോന്ന അകലം നരകം ഇനി കാണാൻ കഴിയില്ല. എത്രയാകന്ന് പോന്നതെന്നറിയോ? ഒറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു 70 കൊല്ലം ഇനി നീ യാത്ര ചെയ്താൽ അവിടേക്ക് എത്തൂ. നരകത്തിന്റെ എരമ്പൽ കേൾക്കൂ. അത്രയും അകലേക്ക് നിന്നെ അള്ളാഹു മാറ്റി നിർത്തി എന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാഹു തരട്ടെ. ആ ഉറപ്പ് ഇവിടെ വരണം മുഅ്മിനേ. ഇബ്രാഹിം നബി കണ്ടതിൽ മുഴുവനും ആ ഉറപ്പായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന് അപേക്ഷ വെക്കുമ്പോ കൂടെ രോഗികൾ അപേക്ഷ വെക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പ്രൈവറ്റിലെ ഹജ്ജിന് പോകേണ്ട ഒരു കുടുംബമുണ്ട്. അവരിൽ 2 പേർക്ക് അവസരമുണ്ട്, പക്ഷെ 4 പേർക്ക് ഒരുമിച്ച് പോകണം. അങ്ങനെ ഇരിക്കെ വേക്കൻസി ഇല്ലാതെ ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലാണ്. അപ്പോഴേ ആ സഹോദരിക്കും ഭർത്താവിനും പോവാൻ കഴിയുന്നില്ലല്ലോ. കൂടെ 2 പേരുണ്ട്. അങ്ങനെ 4 പേര്. സഹോദരി ദുആ ചെയ്തു. എന്നോട് പറയാ, ഞാൻ ഒരുപാട് ദുആ ചെയ്തു ഉസ്താദേ. ദുആ ചെയ്ത് 3 ദിവസം മുമ്പ് ഉസ്താദ് അവരുകൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, 2 വേക്കൻസി കൂടി വേഗം വന്നിട്ടുണ്ട്, വേഗം പൈസയുമായി പോന്നോളൂ. നിങ്ങൾക്കറിയുമോ, 4 പേർക്ക് പോവാനുള്ളതിൽ 2 വേക്കൻസിയേ ഉള്ളൂ. 2 കൂടി കിട്ടിയാൽ ആ 4 പേര് പോകൂ. അപ്പൊ ചോദിച്ചു, ആർക്കാ ആ 2 പേര് ഒഴിഞ്ഞു പോയ ആ 2 അവസരം ആരുടേതാ? ഇന്നലെ റിസൾട്ട് വന്ന ഒരു ക്യാൻസർ രോഗിയുണ്ട്. ഉടനെ ഒരു യാത്ര പാടില്ലെന്ന് പറഞ്ഞു. 4ാം സ്റ്റേജിലാ നിൽക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ അവസരം നിങ്ങൾക്ക് തരുന്നു. കേട്ടാൽ ഈമാൻ വർദ്ധിക്കുമോ? നമ്മളൊന്ന് നെടുങ്ങുമോ? ഇങ്ങനെ എത്ര കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരു യഖീൻ വരുന്നില്ല. ഇബ്രാഹിം നബിയുടെ കണ്ണു തുറന്നുകൊണ്ട് ആകാശത്തിലെ സൂര്യനെ കണ്ടാലും ചന്ദ്രനെ കണ്ടാലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടാലും അങ്ങനെ ഒരു ചിന്ത വരുമായിരുന്നു. നമുക്കത് വരുന്നില്ല. അത് വരാനാ റമളാൻ. എന്നാൽ കേട്ടോളൂ, നമുക്കും അങ്ങനെ ഒരു ചിന്ത വരും. അത് എപ്പോഴാണെന്നറിയോ? സമയം കഴിയുമ്പോഴാ.
ഇബ്രാഹിം നബിക്ക് വന്ന ചിന്ത വരുന്നത് നമ്മുടെ സമയം കഴിയുമ്പോ പറ്റിപ്പോയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ വലിയകൂന മിനൽ മുഖ്നിൻ എന്ന് പറഞ്ഞ യഖീൻ ഇബ്രാഹിം നബിക്ക് കിട്ടിയത് നമുക്ക് കിട്ടുക എപ്പോഴാണെന്നറിയോ? എല്ലാം കഴിഞ്ഞു. അല്ലാഹു പറയുന്നു അൽഹാകുമുത് തകാസുർ. നിങ്ങളൊക്കെ തിരക്കില. അൽഹാകുമുത് തകാസുർ. സമ്പാദിക്കാൻ വേണ്ടിയുള്ള തിരക്ക്, പെരുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം നിങ്ങളെ തിരക്കാക്കിയിരിക്കുക. ഹത്താ സുർതുമുൽ മഖാബിർ. തിരക്ക് അവസാനിക്കുന്നത് മരിക്കുമ്പോഴല്ല. മരിച്ചാലും തിരക്കാണ്. മരിക്കുമ്പോൾ തീരൂല നിന്റെ തിരക്ക്. തിരക്കില്ലാത്ത ആരുമില്ല. ആർക്കും തിരക്കില്ലാത്ത. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നായ ഓടണ കാണാറുണ്ട്. ഇവർക്കെല്ലാം അത്യാവശ്യം ഉണ്ടായിട്ടാണോ? ഇവർ നടന്നു പോകണുണ്ടോ? നായ നടന്നു പോകണ കണ്ടിട്ടുണ്ടോ? അവിടെ സമയമുണ്ട്. സമയം എനിക്ക് കിട്ടണില്ല, അത് ഉപയോഗിക്കാൻ കഴിയണില്ല. അതിനുള്ള കഴിവ് പോയി. സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യനത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ. എന്തൊരു അപ്ഡേഷനാണ് ആ ആയത്തുകൾക്ക് വരുന്നത്. നമ്മൾ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുപോയി വിട്ടാലും നമ്മൾ ഇങ്ങനെ പോകും. അങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലും നമ്മൾ ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഈ കാലഘട്ടത്തിൽ ജീവിക്കലാണെന്ന് തോന്നിപ്പോവാ. കാരണം എന്താ? 100 ഷഹീദിന്റെ കൂലി കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ്. 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. അതൊക്കെ കിട്ടി എല്ലാം കൂടി കിട്ടിയാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അങ്ങ് ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് തന്നില്ല. അതിൽ അള്ളാഹു വെച്ച ഖൈറതായിരിക്കും. ഏതായാലും ഞാൻ ചുരുക്കുന്നു. നമുക്ക് ഇബ്രാഹിം നബിയുടെ ഉള്ളിൽ തട്ടിയ ഓർമ്മ വരുന്നത് ഖബറിലെത്തുമ്പോഴാണ്. ആ ഓർമ്മ നമുക്ക് വരാ. നിസ്സംശയം സൗഫ തഅലമൂൻ. ജീവിച്ചിരിക്കുന്ന മനുഷ്യ പിന്നെ നീ അറിയൂട്ടോ, പിന്നെ നീ അറിയും കേട്ടോ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അള്ളാഹു ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അത്ര ഉറപ്പുള്ള കാര്യത്തില. പിന്നെ നീ അറിയൂട്ടോ, പിന്നെ നീ അറിയൂട്ടോ. എന്താ അറിയുന്നത്? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ആ പിന്നെ ഖബറിൽ പോയി കിടക്കുമ്പോൾ നീ അറിയുന്നത് നീ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, നീ നന്നാവാൻ അതും മതി എന്ന് ഖുർആൻ. എന്നിട്ട് നന്നായോ? ഇല്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ ഇബ്ലീസ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി അവന്റെ കയ്യിൽ പിടിച്ചിരിക്കാം. എന്നിട്ട് നന്നായോ? ഇല്ല. ഈമാൻ ഹൃദയത്തിൽ കയറിയവരെ അള്ളാഹു ഏറ്റെടുത്തു. ഈമാൻ ഹൃദയത്തിൽ കയറിയവരെ അള്ളാഹു ഏറ്റെടുത്തു. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു മഹാനാണ്. ഈമാൻ ഹൃദയത്തിൽ തട്ടിയവരെ അള്ളാഹു ഏറ്റെടുത്തു. അവർക്ക് മരണം പോലുമില്ലാതെ സ്വർഗം, മരിക്കാതെ സ്വർഗത്തിൽ പോവൂലോ. മരിക്കാതെ സ്വർഗത്തിൽ പോയവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പലരെയും പറഞ്ഞിട്ടുണ്ട്. മരിക്കാതെയും സ്വർഗത്തിലേക്ക് പോകാമോ? മരിക്കാതെയും സ്വർഗത്തിലേക്ക് പോയ മഹാന്മാരുണ്ട്. ഒരാണിനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിനെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കാണ്, ഞാൻ പറയാം. സമയം വയ്യ. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് പറയാം. മസ്ജിദുൽ ഹറമിലാണ് മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഉള്ളത്. ഇപ്പോൾ മസ്ജിദുൽ ഹറമിൽ ആ സമയത്ത് ഫറആ ശാബൻ ഉരിയാനൻ മത്റൂഹൻ മരീദൻ തഹത ഉസ്തുവാനത്തിൻ വലഹു അനീനും മിൻ ഖൽബിൻ ഹസീൻ. പരിശുദ്ധ മസ്ജിദുൽ ഹറമിന്റെ മനോഹരമായ പള്ളിയുടെ തൂണുകളിൽ ഏതോ ഒരു തൂണിന്റെ ചുവട്ടിൽ ഔറത്ത് മാത്രം മറയുന്ന ഒരു വസ്ത്രം ചുറ്റിയ നിലയിൽ അവശനായി, ദുഃഖിതനായി ഒരു ചെറുപ്പക്കാരൻ രോഗം പിടിച്ചുകൊണ്ട് വളഞ്ഞുകൂടി കിടക്കുകയാണ്. മസ്ജിദുൽ ഹറമിന്റെ മനോഹരമായ ഒരു തൂണിന്റെ ചുവട്ടിൽ മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കണ്ടപ്പോൾ അലിവ് തോന്നി. ഒരു ചെറുപ്പക്കാരനല്ലേ, എന്തോ രോഗമുണ്ട്. അനീം, അദ്ദേഹത്തിന് ഒരു മുരടലുണ്ട്. ശ്വാസം എടുക്കുന്നതിന്റെ ഒരു ശബ്ദമുണ്ട്.
മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാ ഫദ്ദനൗതു മിൻഹു അയാളോട് ഞാൻ ചേർന്നിരുന്നു വസല്ലംതു അലൈഹി അദ്ദേഹത്തോട് ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം എന്റെ സലാം അടക്കി അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു മന്നൻത യാ ഗുലാം മോനെ നീ ആരാ ചെറുപ്പക്കാരനാണല്ലോ ചെറുപ്രായമാണല്ലോ എന്താ നിന്റെ രോഗം നീ ആരാണ് മോനെ അദ്ദേഹം പറഞ്ഞു അന ഗരീബ് തങ്ങളെ ദിന്നൂനുൽ മിസ്രി എന്ന മഹാനവറുകളെ ഞാനൊരു പരദേശിയാണ് ഞാൻ ഇവിടുത്തുകാരനല്ല ഞാനൊരു പരദേശിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്തിനാണെന്നറിയുമോ അല്ലാഹനെ പ്രണയിച്ചു വന്നതാ ഞാൻ എന്നെ സൃഷ്ടിച്ച അല്ലാഹനെ പ്രണയിച്ചു വന്നതാണ് ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഞാൻ നോമ്പെടുക്കുന്നത് എന്നാണ് ഇന്നലെ രാത്രി നമ്മൾ നിയ്യത്ത് വെച്ചത് നവൈതു സൗമഗദിൻ അന്നദാഇ ഫർദ് റമളാനി ഹദിഹി സനതി ബാക്കി എന്താ ലില്ലാഹി തആല ആർക്ക് വേണ്ടിന്നാ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരാ നമ്മൾ അള്ളാഹു നമ്മുടെ നോമ്പ് കബൂലാക്കട്ടെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹനെ പ്രണയിച്ചു വന്നവനാ ഞാൻ അപ്പോൾ അദ്ദേഹം അള്ളാഹനെ പ്രണയിച്ചാണ് ഇവിടെ വരെ എത്തിയതും ഇങ്ങനെ എത്തിയതെന്നും പറയുന്ന ആ വർത്തമാനത്തിന്റെ ട്യൂൺ എനിക്ക് മനസ്സിലായെന്ന് മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ് അദ്ദേഹം പറയുന്ന ട്യൂൺ എനിക്ക് മനസ്സിലായ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ എത്തിയതെന്നും എങ്ങനെയാണ് ഈ കോലത്തിലായതെന്നും അദ്ദേഹം പറയുന്നതിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് സന്തോഷത്തോടു കൂടെ പറഞ്ഞു ചെവിയിൽ പറഞ്ഞു ആനമിസ്ലുക മോനെ നീ വിഷമിക്കണ്ട നീ ജീവിക്കുന്ന പോലെ അല്ലാഹനെ തേടിയുള്ള ജീവിതമാണ് എന്റെ ജീവിതമെന്ന് ലോകം കണ്ട സൂഫിയായ ദിന്നൂനുൽ മിസ്രി പറയുന്ന കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു പോയി ഒരിക്കലുമല്ല അങ്ങയെപ്പോലത്തെ ഒരു മഹാനെ പോലെ എന്നെ ഉപമിക്കലേ അങ്ങയെപ്പോലെ ഒരിക്കലും ഞാനല്ല ഫബക്കാ അദ്ദേഹം വാവിട്ട് കരഞ്ഞു ഒരിക്കലും അങ്ങനെ പറയല്ലേ ഒരിക്കലും അങ്ങനെ പറയല്ല അങ്ങയെ പോലെ അല്ലല്ലോ ഞാൻ ഒരിക്കലും ഞാൻ അതിനുള്ള യോഗ്യത ഉള്ള ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ കരച്ചിൽ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഞാനും കരഞ്ഞു പോയേ ആ മോന്റെ കൂടെ ഞാനും കരഞ്ഞു പോയി അവസാനം ആ കരച്ചിൽ ആ ചെറുപ്പക്കാരൻ അസ്വസ്ഥതപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നത് എന്നെ പോലെയാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ താങ്കൾ കരഞ്ഞതിന്റെ പേരിലാ ഞാൻ കരഞ്ഞത് അങ്ങനെ തന്നെയാ മോനെ നിന്നെ പോലെയാ ഞാനും ജീവിക്കുന്നത് പിന്നെ ശക്തിയായി കരഞ്ഞോ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു പിന്നത്തെ കരച്ചിൽ ഒരു അട്ടഹാസമായ ഒരൊറ്റ ശബ്ദമായി ഫഖറജത് റൂഹുഹു മസ്ജിദുൽ ഹറമിന്റെ തൂണിന്റെ ചുവട്ടിൽ വളഞ്ഞുകൂടി കിടക്കുന്ന പട്ടിണി കോലത്തിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ആ ഒരൊറ്റ അട്ടഹാസത്താൽ ഇപ്പോൾ അദ്ദേഹം അവിടെ മരണപ്പെട്ടു ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ് ആ സമയം ഈ മയ്യത്ത് കുളിപ്പിക്കണമല്ലോ ഈ മയ്യത്ത് കഫൻ ചെയ്യണമല്ലോ ആദ്യം വേണ്ടത് അതിനുള്ള സൗകര്യം ആരും കണ്ടിട്ടില്ല ഇപ്പോൾ ഈ മയ്യത്ത് ഇവിടെ വളഞ്ഞുകൂടി കിടക്കുന്നത് ഇത് മരിച്ചതാണെന്ന് ആർക്കും തോന്നൂല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫഖറജതു മിൻ ഇൻദിഹി ലിതലബിൽ കഫനി ഫസ്തറൈതുൽ കഫനാ ഇദ്ദേഹത്തെ മറവ് ചെയ്യാനുള്ള കുളിപ്പിക്കാനുള്ള ഇടം ഞാൻ കണ്ടെത്തി മറവ് ചെയ്യാനുള്ള കഫൻ പുടവ വാങ്ങാൻ ഞാൻ പുറത്തു പോയി കഫൻ പുടവയും വാങ്ങി ഞാൻ തിരിച്ചു വന്നു ഞാൻ വന്നു ആ തൂണിന്റെ ചുവട്ടിൽ നോക്കി അല്ലാ ഫലം അജിദുഹു ഫീ മകാനിഹി ആ മയ്യത്ത് കിടന്നോടത്ത് ആ മയ്യത്ത് കാണുന്നില്ല അല്ലാഹുവേ എന്തൊരു മറിമായം ആ മയ്യത്ത് കിടക്കുന്നോടത്ത് മയ്യത്ത് കാണുന്നില്ല മസ്ജിദുൽ ഹറമല്ലേ ഞാൻ എന്റെ റബ്ബിനോട് കൈ ഉയർത്തി അങ്ങ് ചോദിക്കാൻ തുടങ്ങി അല്ലാഹുവേ സുബ്ഹാനല്ലാഹ് എന്തൊരു അത്ഭുതം എവിടെ പോയി തമ്പുരാനെ ഈ മയ്യത്ത് മറവ് ചെയ്യൽ എന്റെ ഫർദായ ബാധ്യതയല്ലേ ഞാൻ കുറെ അങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഗസ്സാലി അവിടുത്തെ മുകാശഫയിലും ഇഹ്യയിലും പറയുന്നുണ്ട് ഞാൻ അങ്ങ് കുറെ ദ്വാരുന്നു പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ദിന്നൂനുൽ മിസ്രി പറയാണ് ഉസ്താദ് അന്തരീക്ഷത്തിൽ നിന്നും ശബ്ദം കേൾക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത് അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ കാണാത്തവരുടെ ശബ്ദം കേൾക്കുമെന്ന് ഖുർആൻ
അങ്ങനെയുണ്ടോ? ഉണ്ട്. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ. മറിയം ബീവിയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഇന്നല്ലാഹ ഇസ്തഫാകി, നിന്നെ അല്ലാഹ് തെരഞ്ഞെടുത്തു എന്ന് നിന്നെ എന്ന് പറയണമെങ്കിൽ മുന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഖിതാബ്. നിന്നെ എന്ന് പറയണമെങ്കിൽ മുന്നിൽ നിന്ന് പറയണം. നമ്മൾ കാണാത്ത രൂപങ്ങൾ നമ്മോട് ശബ്ദിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് വഹയി വരുമ്പോൾ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നുവെന്ന് മഹാനവറുകളുടെ മനാഖിബിൽ കാണാം. അടുപ്പം കൂടിയാൽ കേൾക്കും. അടുപ്പം കൂടിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഹാദാ ജിബ്രീൽ വഹുവ യുഖരിഉ അലൈകിസ്സലാം. സഹീഹുൽ ബുഖാരി. ജിബ്രീൽ എൻ്റെ അടുത്തുണ്ട് പെണ്ണേ, നിനക്ക് ജിബ്രീലിന്റെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് പെണ്ണേ. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് 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 നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവര് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞു. കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ, നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. കാണണമെന്നില്ല, ഈ ശബ്ദം കേൾക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു അശരീരി കേട്ടു, ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. എന്താണ് അശരീരി എന്നറിയോ? ഞാൻ അവസാനിപ്പിക്ക. മഹാനവറുകൾ പറയാ, അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്ന ശബ്ദാണിത്. ഈ അശരീരി എന്ന് പറഞ്ഞ ശരീരമില്ലാത്ത ശബ്ദമാണ്. അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയാണ്, അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയാണ്. എന്താണെന്നറിയുമോ? ഉത്രുക്കാനി വസ്മൻസരിഫാ ഇലാ സാഹിബികുമാ. വിളിച്ചു പറയുകയാണ്, മലക്ക് വിളിച്ചു പറയുകയാണ്. ഹാത്തിഫൻ ഫസമിഅതു ഹാത്തിഫൻ യഖൂലു യാ ദന്നൂനി, ഓ ദിന്നൂനുൽ മിസ്രി എന്നവരെ, ഇന്ന ഹാദൽ ഗരീബ് അല്ലദീ തലബഹു ശൈത്വാനു ഫിദ്ദുനിയാ ഫമാ വജദഹു. ആരാണ് ഈ മരിച്ചു വീണ ചെറുപ്പക്കാരൻ എന്നറിയോ? ആയുസ് മുഴുവൻ ഇബ്ലീസ് പിന്നാലെ നടന്നു. ഇബ്ലീസിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, അയാളൊന്ന് പിടികൂടാൻ വേണ്ടി ഇബ്ലീസ് പിന്നാലെ നടന്നിട്ട് പിടികൊടുക്കാത്ത ആളായി വന്നു കിടന്നത്. ഇബ്ലീസിനെ നമ്മൾ വിട്ടിട്ടില്ല. ഇബ്ലീസ് ഈ മഹാനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടി കുറെ കാലം. ആയുസ്സിന് ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഇബ്ലീസിന് പിടികൊടുക്കാത്ത മഹാനാണ് ഈ വന്നു കിടന്ന മഹാൻ. വതലബഹു മലക്കുൻ ഫലം യറഹു. മലക്കും കുറെ നാൾ തേടി നടന്നു, പക്ഷെ മലക്കിനും പിടികൊടുത്തിട്ടില്ല. വതലബഹു റിദ്വാനു ഫിൽ ജന്ന. അങ്ങനെ ഇരിക്കെ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ഇവിടെ അന്വേഷിച്ചു വന്ന് ഈ മഹാനെ നേരെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ റിദ്വാൻ എന്ന മലക്കിനും ഈ മഹാൻ പിടികൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഫമാ വജദഹു ഖുൽതു ഫഅയ്ന ഹുവ. അപ്പോൾ ആ അശരീരിയോട് ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എങ്ങനെയെങ്കിലും ആ മഹാനെവിടെ? അപ്പോൾ അശരീരി പറഞ്ഞു, ഹുവ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സൂറത്തുൽ ഖമറിന്റെ 55-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു അവന്റെ സോപാനത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന മഹാന്മാരുണ്ട്. അതിൽപ്പെട്ട മഹാനാ. അവരെ സ്വർഗത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല, ഭൂമിയിൽ കണ്ടുകൊള്ളണമെന്നില്ല, ആകാശത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല, നരകത്തിലില്ല, പിശാചിന്റെ വലയത്തിലില്ല, മലക്കുകളുടെ സഞ്ചയത്തിൽ അവരില്ല. അവർ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാ. അവിടേക്കാ കൊണ്ടുപോവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ പേരിൽ പറയാണ്, അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നവർ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പോലും അവിടെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇവിടെ വരും വരെ മഹാനവറുകളെ പോലും കണ്ണുവെട്ടിച്ച് സ്വർഗത്തിലേക്ക് പോയ മഹാന്മാരുണ്ട്. രണ്ടാളെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قالوا طائركم معكم أن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة. ആരെക്കുറിച്ചായി പറയുന്നത്? ഈസാ നബിയുടെ രണ്ട് സ്വഹാബികൾ വന്നുകൊണ്ട് ഇറ്റലിയിലെ അന്താക്കിയ നാട്ടിലേക്ക് ദീൻ പറയാൻ ചെന്നു. അന്താക്കിയ നാട് ഇന്നത്തെ മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥലം. അവിടേക്ക് ദീൻ പറയാൻ വേണ്ടിയിട്ട് ഈസാ നബിയുടെ സ്വഹാബികൾ ചൊല്ലുമ്പോ ആ നാടിന്റെ അതിര് കടക്കുമ്പോൾ പാടത്ത് കൊത്തും കിളയുമായി നിൽക്കുന്ന ഒരു വയസ്സനെ കണ്ടു, ഒരു പ്രായമുള്ള ആള്. ആ മഹാന്റെ പേരാണ് ഹബീബ് നജ്ജാർ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു സയ്യിദ് സൂറത്ത് യാസീൻ, സൂറത്ത് യാസീന്റെ നായകനാണ് മഹാനായ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈസാ നബിയുടെ സ്വഹാബിയാണ്. വഴിയോരത്ത് വെച്ചുകൊണ്ട് ഈസാ നബിയുടെ സ്വഹാബികള് ഈ വൃദ്ധനെ കണ്ട് അള്ളാനെ കുറിച്ച് പറഞ്ഞു, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു. ആ കയ്യിലടിച്ച് സത്യം ചെയ്തു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ഈസാ നബിയുടെ സ്വഹാബിയായി കൂടെയുണ്ട്. ഈസാ നബിയുടെ സമൂഹത്തില് ഈമാൻ കൊണ്ട ഒരു കാരണവരാണ് ഹബീബ് നജ്ജാർ. ആ മഹാനവരുകൾ സ്വഹാബികളായി വന്ന ഈ രണ്ടുപേരെ കൊട്ടാരത്തിലെ രാജാവ് കൊല്ലുമെന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് പട്ടണത്തിന്റെ ഇങ്ങേ അറ്റത്ത് നിന്നും ഓടി അങ്ങോട്ട് ചെന്ന് കൊട്ടാരത്തിന്റെ സോപാനങ്ങളുടെ മുന്നിൽ നിന്ന് രാജാവിന്റെ മുന്നിൽ ആ പടുകളവൻ അള്ളാഹ്ക്ക് വേണ്ടി സംസാരിച്ച വർത്തമാനം പറഞ്ഞ കരുത്തുറ്റ ചങ്കൂറ്റത്തിന്റെ പ്രതീകം. ആ മഹാനായ മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ വൃദ്ധൻ ഈ നാട്ടിലെ കർഷകൻ രാജാവിനോട് സംസാരിക്കുന്നു. വരുത്തന്മാരായ ഈസാ നബിയുടെ സ്വഹാബികൾ എന്ന് പറഞ്ഞു വന്ന ഈ വരുത്തന്മാരായ തൗഹീദ് പറയാൻ വന്ന സ്വഹാബികൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ പടുകളുവൻ രാജാവിനോട് സംസാരിക്കുന്നുവോ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു ആ മഹാനോട് നേർക്ക് നേരെ മലക്കിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വമാ അൻസൽനാ. ഓതി നോക്കൂ സഹോദര, അല്ലാഹു പറഞ്ഞു ഖീല ദുഖുലിൽ ജന്ന, മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും പറഞ്ഞു മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോയ മഹാനാണ്. സൂറത്ത് യാസീനിൽ പറയപ്പെട്ട ഈ മഹാൻ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു പെണ്ണുണ്ട്, സൂറത്ത് തഹരീമിൽ പറയുന്നുണ്ട് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഫറോവയുടെ പട്ടാളക്കാർ വലിയ ഒരു കല്ല് കൊണ്ടുവന്ന ശരീരത്തിലേക്ക് ഇട്ട് കൊന്നു എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നതിന് മുന്നേ ആ കിരാതമായ അവസ്ഥയിലേക്ക് ആ ശരീരത്തെ അള്ളാഹു വെച്ചു കൊടുത്തില്ല. ഇബ്നു കസീർ, ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീർ രേഖപ്പെടുത്തി മഹദി അവர்கள் ജീവനോടുകൂടെ സ്വർഗത്തിലേക്ക് പറന്നേ. സൂറത്ത് തഹരീബിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തി അള്ളാഹു ഹൃദയത്തിൽ കയറിയാൽ പറക്കും. അള്ളാഹു ഹൃദയത്തിൽ കയറിയാൽ പറക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറക്കണ്ട, നോമ്പൊന്നും മര്യാദക്കായാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറ്റമറ്റ നിലയിൽ. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ചുരുക്കത്തിലേ ഉള്ളൂ, എന്ത് പറയുമ്പോഴും അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കുമോ? വേണ്ട, അങ്ങനെ എന്തിക്കണ്ട. ഈ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് എനിക്ക് കൂലി തരോ? ഇല്ല. കൂലി തരാത്തതാണെങ്കിൽ ഞാൻ ഇനി അത് പറയൂല. ഞാൻ അവിടെ പോയി നിന്നാൽ അതിന്റെ പേരിൽ അള്ളാഹ് എനിക്ക് കൂലി തരോ? ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോണില്ല. ഇതിനാണ് അമലുസ് സ്വാലിഹാത്ത് എന്ന് പറയാം. അത് നിരന്തരം ഉണ്ടാവും. അമലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം ഉണ്ടാവും. ഫിഇലല്ല അമലാണ്. അമലിനെ അമൽ എന്നാ പറഞ്ഞ, ഫിഇൽ എന്നല്ല. ഫിഇൽ അമലാക്കണം, പ്രവർത്തികൾ മുഴുവനും അമലാക്കണം. അല്ലാഹു നസീബാക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ,
ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാഹ്. പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അമലിൽ നിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ കൂടിയിരുന്ന ആമീൻ പറയുന്ന സഹോദരങ്ങളിലും സഹോദരിമാരിലും എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ നോമ്പുകൾക്ക് നീ വലിയ പരിഗണന നൽകണേ അല്ലാഹ്. മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. എക്സാം അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് എളുപ്പമാക്കുക അല്ലാഹ്. ഒരുപാട് പേരുടെ ആണ്ട് ദിവസങ്ങളാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ, വരുന്ന ദിവസങ്ങൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മഗ്ഫിറത്ത് നൽകു അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ, നീ വീട്ടണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പുവരുത്തുമ്പോൾ നിന്റെ സ്വർഗം കിട്ടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഈ മഹല്ലിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എത്ര കാലങ്ങളായി ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ മഹല്ലിൽ വന്ന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഈ നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. ഇവിടുത്തെ പ്രവർത്തകരോട് എനിക്ക് കടപ്പാടുണ്ട്. അല്ലാഹുവേ റബ്ബേ, ഈ പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായ റമളാൻ പ്രഭാഷണത്തിന്റെ സദസ്സിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം നീ കബൂലാക്കു അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم رب صل عليه وسلم.